Hello everyone, welcome to Primo's Cook House. Primo's Cook Houseിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിനെ. അതുപോലെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണ്, അല്ലെങ്കിൽ ടീ കേക്ക് എന്നും പറയാം. അത് മൈക്രോവേവ് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് വളരെ ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടീ കേക്ക് അല്ലെങ്കിൽ സ്പോഞ്ച് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 165 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ്, 165 ഗ്രാം തന്നെ മൈദ, അതുപോലെ തന്നെ 165 ഗ്രാം ബട്ടർ. അപ്പോൾ ഇത് മൂന്നും സെയിം ക്വാണ്ടിറ്റിയാണ്. കപ്പി മെഷർ ചെയ്യുവാണെങ്കിൽ എൻ്റെ കയ്യിൽ 250 ml കപ്പാണ്. ഇതിന് 1 കപ്പ് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തന്നെ പഞ്ചസാര. നിങ്ങൾ പഞ്ചസാര എന്ന് വെച്ചാൽ അത് മധുരം അനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എല്ലാം മെഷർ ചെയ്താണ് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനുണ്ട്. അതിൽ വെച്ച് 165 ഗ്രാം മൈദയും 165 ഗ്രാം ഷുഗറും 165 ഗ്രാം ബട്ടർ, അതുപോലെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് വേണം, 3 മുട്ട വേണം, അതുപോലെ 1/2 ടീസ്പൂൺ വനില എസൻസും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വേണം. അതുപോലെ തന്നെ ഇത് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്താൽ പിള്ളേർക്ക് കേക്കിനകത്ത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് ഒരു നല്ലതായിരിക്കും. അപ്പോൾ അത് ആദ്യം ടൂട്ടി ഫ്രൂട്ടി നമ്മൾ എടുത്തിട്ട് മൈദയ്ക്കകത്തൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അത് നമ്മുടെ കേക്കിന് അടിയിൽ തന്നെ ഇരിക്കും. ഇത് നമ്മൾ മൈദയ്ക്കകത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്കിൻ്റെ എല്ലായിടത്തും അത് കാണും, അടിയിലായിട്ട് പോയിരിക്കത്തില്ല. അപ്പം നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മുട്ട ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ അത് നേരത്തെ ഒന്ന് എടുത്ത് വെളിയിൽ വെച്ചേക്കുക. ബട്ടർ ആയാലും നമുക്ക് റൂം ടെമ്പറേച്ചർ വേണം, നമ്മുടെ പാലായാലും എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. എന്നാൽ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ബട്ടർ, നമ്മുടെ 165 ഗ്രാം ബട്ടർ എടുത്ത് ഇപ്പം നമ്മൾ ബൗളിനകത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചത് 165 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ട് നല്ല മുളകൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല മുളക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് നല്ല മുളകൊന്ന് ഒരു നല്ല കൺസിസ്റ്റൻസി, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്കത് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതുവരെ ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നിങ്ങൾ ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവത്തില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചെടുക്കുക. നമ്മൾ 3 മുട്ടയാണ് എടുത്തത്. ഓരോ മുട്ട വീതം നമുക്ക് പൊട്ടിച്ചെടുക്കണം. ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊടിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ അടുത്ത മുട്ട ഒഴിക്കും. അങ്ങനെ ഓരോ മുട്ട വീതം 3 മുട്ട നമ്മൾ ഒഴിക്കണം. 1 by 1 എടുക്കാവും, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുന്നത്. നമ്മൾ അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതുപോലെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ച് നല്ലവണ്ണം ബീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദ എടുത്തത് ആ മൈദയ്ക്കകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക. അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ്, അത് ഒരു നമുക്ക് ടേസ്റ്റ് ഏതൊരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് കിട്ടും. പിന്നെ അത് നല്ലവണ്ണം നമ്മളൊന്ന് സീവ് ചെയ്തെടുക്കുക, നല്ലവണ്ണം അരിച്ചെടുക്കുക. അപ്പം നമ്മൾ മൈദയ്ക്കകത്ത് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇടഞ്ഞെടുക്കണം. നല്ലവണ്ണം ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ മുട്ട ബീറ്റ് ചെയ്തതിനകത്തോട്ട് 1/2 ടീസ്പൂൺ, നിങ്ങൾ 1/2 ടീസ്പൂണിൻ്റെ മെഷർമെൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ യൂസ് ഇതുപോലത്തെ സ്പൂണിനകത്ത് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കും. 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുന്നത് വെച്ചാൽ മുട്ടയുടെ ആ ഒരു മണമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വനില എസൻസ് ചേർക്കുന്നത്. വനില എസൻസ് ചേർത്തിട്ട് ഞാൻ നല്ലവണ്ണം അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ്
അതിനകത്തോട്ട് കുറേശ്ശെയായിട്ട് മൈദ ഇടണം. നമ്മൾ ഇടഞ്ഞു വെച്ച മൈദ അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് 3 തവണയായിട്ട് ചേർക്കുക. അപ്പം നമുക്ക് മിക്സ് ചെയ്യാനും പാടില്ല, എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് അത്രയും കൂടെ ഉണ്ട് മൈദ, അതുകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മൈദ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിനകത്ത് ഒഴിക്കുക. കാരണം അതിൻ്റെ ഇച്ചിരി തിക്കാ കൺസിസ്റ്റൻസി കഴിഞ്ഞാൽ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലായിടത്തും തിരക്കും. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചരുവത്തിനകത്ത് തന്നെ അതിനകത്ത് ആ ചരുവം ഒന്ന് ആദ്യമേ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്താൽ മതി. ഞാൻ അകത്ത് മണ്ണോ അതോ ഉപ്പോ ഒന്നും ഇടുന്നില്ല. അല്ലാതെ സ്റ്റാൻഡ് മാത്രം വെച്ചിട്ട് ഈ നമ്മുടെ ടിന്ന് ബേക്ക് ചെയ്യാൻ ഏത് ടിന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം. ഇതിനകത്ത് ഞാൻ ആദ്യമേ നല്ലപോലെ ബട്ടറൊക്കെ പുരട്ടി അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു മൈദപ്പൊടി ഒന്ന് ഇട്ടിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ഇതാക്കി എടുക്കാം. എല്ലായിടത്തും ഒന്ന് മൈദപ്പൊടി സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മളത് തട്ടിക്കളയണം. എത്ര ബാക്കിയുള്ള മൈദപ്പൊടി നമ്മളിങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ പാലൊഴിച്ച് നല്ലപോലെ മിക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയുടെ ഇട്ട് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. നമുക്കത് കേക്കിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഞാൻ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഇതിനകത്ത് എയർ വല്ലതുണ്ടെങ്കിൽ അത് ഫോം ചെയ്യണം. അത് കഴിഞ്ഞ് മണ്ടയ്ക്ക് നമ്മളൊരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് ആ പാത്രത്തിനകത്ത് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ബേക്ക് ചെയ്തെടുക്കണം. ഇത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ കേക്ക് ബാറ്റർ വെക്കാൻ പോവുക. അത് കഴിഞ്ഞ് അതിൻ്റെ അടപ്പ് ടൈറ്റ് അടപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പരുവത്തിന് പാത്രത്തിന് പരുവത്തിനൊരു അടപ്പ് വെച്ചാൽ മതി. എന്നിട്ട് 5 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് 45 മിനിറ്റ്സ് വേവിക്കുക. 30 മിനിറ്റ്സ് വരെ അത് ഓപ്പൺ ചെയ്യാനേ പാടില്ല. 30 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കമ്പിയോ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് നോക്കാം അത് വെന്തോ ഇല്ലയോന്ന്. അപ്പോൾ നമ്മളിനി 45 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് പിന്നെ കാണിക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിൽ വെച്ചു. ഇനി 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടിക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്തെങ്കിലും വെയിറ്റ് ഇപ്പം നിങ്ങളുടെ ഇതില്ലെങ്കിൽ ഒരു നമ്മുടെ ചപ്പാത്തി പലകയോ എന്തെങ്കിലും വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 45 മിനിറ്റ്സത്തേക്ക് നമുക്ക് ബേക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഓക്കെ, 45 മിനിറ്റ്സ് ആയി. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ആയെന്ന് നോക്കാം. ചൂട് കാണും. അടപ്പൊക്കെ തുറക്കുമ്പം സൂക്ഷിച്ച് തുറക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായും ചെക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഇവിടെ ഒരു കമ്പിയുണ്ട്, അത് ഞാൻ കുത്തി നോക്കട്ടെ. ഓക്കെ, നമ്മുടെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലീൻ ആയിട്ട് വന്നെന്ന് അർത്ഥം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ക്ലീൻ ആയില്ലെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ്സ് കൂടെ വെക്കുക. അപ്പം നമുക്ക് കേക്ക് എടുത്ത് തണുപ്പിക്കാൻ പോകാം. അപ്പം നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അതുപോലെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എനിക്ക് അയയ്ക്കുക. താങ്ക് യു.